Hi students, welcome to Veranda Rise. Welcome to another session. ഇന്നത്തെ സെഷൻ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് IBPS RRB പ്രിലിംസ് PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അതിലെ പാരാജമ്പിൾ അപ്പോൾ IBPS PO പ്രിലിംസിലെയും അതേപോലെ തന്നെ RRB NTPC എക്സാമിലെയും പാരാജമ്പിൾ ക്വസ്റ്റ്യൻസിനെ ഫോക്കസ് ചെയ്യുന്നതാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പാരാജമ്പിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമായിരിക്കും, ഇനി അറിയില്ലെങ്കിലും നമ്മൾ അതിലേക്ക് പരിചയപ്പെടുവാണ്. Rearrange the following sentences in the proper sequence to form a meaningful paragraph, then answer the questions given below them. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് സെൻറ്റൻസസ് തന്നിട്ടുണ്ടാവും. ഒരു പാരഗ്രാഫാണത്. അതിലെ സെൻറ്റൻസസിലെ ജമ്പിൾ ചെയ്തിട്ട്, അതായത് കറക്റ്റ് ഓർഡറിലല്ലാതെ ആയിരിക്കും തന്നിട്ടുണ്ടാവുക. അതിനെ നിങ്ങൾ എന്ത് ചെയ്യുകയാണ്, കറക്റ്റ് സീക്വൻസിൽ അറേഞ്ച് ചെയ്തിട്ട് അതിന് ശേഷമുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളതിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ്. ഏത് സെൻറ്റൻസ് ആദ്യം വരും, അതുമായിട്ട് കണക്ട് ചെയ്യുന്ന രണ്ടാമത്തെ സെൻറ്റൻസ്, മൂന്നാമത്തെ സെൻറ്റൻസ് എന്ന് പറയുന്നത് ചിലപ്പോൾ അതിന് മുൻപുള്ള സെൻറ്റൻസിൻ്റെ എക്സ്പ്ലനേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ റീസൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഇലാബറേറ്റ് ചെയ്ത് പറയുന്നതായിരിക്കാം, അങ്ങനെ. പിന്നെ നാലാമത്തെ സെൻറ്റൻസ് എഗെയിൻ ഫർദർ എക്സ്പ്ലനേഷൻ ഓർ കണക്ഷൻ. 5, 6 അങ്ങനെ നമ്മൾ കാണുന്ന പാസേജിൽ ഒരു 6 സെൻറ്റൻസ് വരെ ഉണ്ടായിരിക്കും. ABCDEF. അപ്പോൾ ഇത്രയും സ്റ്റേറ്റ്മെൻറ്റുകളെ നിങ്ങൾ മീനിങ് ആയിട്ടും അതേപോലെ തന്നെ കൊഹിറൻ്റ് ആയിട്ടും ലോജിക്കലായിട്ടും അറേഞ്ച് ചെയ്യണം ആദ്യം. അപ്പോൾ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫർദർ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ നമുക്ക് ഈ പാസേജ് ഒന്ന് നോക്കാം. ഇതിൽ തന്നിരിക്കുന്ന സെൻറ്റൻസസ് നിങ്ങൾക്കിപ്പം വിസിബിൾ ആയിരിക്കും. അപ്പോൾ ഈ എല്ലാ സെൻറ്റൻസും വായിച്ചിട്ട് നമ്മൾ ആദ്യം എല്ലാ സെൻറ്റൻസിനെയും ഒന്ന് വായിച്ച് നോക്കുകയാണ്. എന്നിട്ടാണ് അതിലെ ഫസ്റ്റ് സെൻറ്റൻസ് ഏതാണ് എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, അപ്പോൾ എന്തിൻ്റെയും ഒരു ഇൻട്രൊഡക്ടറി സെൻറ്റൻസിനെ ആയിരിക്കും നമ്മൾ ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുക, അല്ലേ? അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ് ആ പാരഗ്രാഫ് അല്ലെങ്കിൽ പാസേജ് എന്തിനെ കുറിച്ചാണോ, ആ മെയിൻ ഐഡിയ അല്ലെങ്കിൽ തീം, അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സെൻറ്റൻസ് ആയിരിക്കും. ഓക്കെ, ഈ പാസേജിൽ ഇങ്ങനെ റാൻഡമായി സെൻറ്റൻസ് തന്നിട്ടുള്ളതിൽ ആദ്യത്തെ സെൻറ്റൻസ് ആവാൻ സ്യൂട്ടബിൾ ആയ സെൻറ്റൻസ് ഏതാണെന്നുള്ളത് നിങ്ങളൊന്ന് നോക്കി സെലക്ട് ചെയ്യുക. നിങ്ങൾ ഈ സെൻറ്റൻസ് എല്ലാം വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും ഇതിൽ ഏത് സെൻറ്റൻസ് ആണ് ഫസ്റ്റ് വൺ ആവുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷുഡ് ബി ദ ഫസ്റ്റ് സെൻറ്റൻസ്? ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ഇൻട്രൊഡക്ടറി സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കണം എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ആൻസറും ഞാൻ ഇവിടെ പോയിന്റ് ചെയ്തിരിക്കുന്ന ഈ ആൻസറും ഞാനിവിടെ പോയിന്റ് ചെയ്തിരിക്കുന്ന ഓപ്ഷൻസിലെ ആൻസർ നോക്കുക. സി, പാരീസ്, a global tourist destination has recently faced a troubling resurgence of bedbugs across various neighborhoods and popular attractions in the city. അതായത് ഈ പാസേജിൻ്റെ തുടക്കം എന്ന് പറയുന്നത് പാസേജ് എന്തിനെ കുറിച്ചാണ് എന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും, അല്ലേ? അപ്പോൾ നോക്കൂ, ഈ സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് വായിക്കുക. പാരീസ് ഒരു ഗ്ലോബൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ്. അവിടെ റീസെൻ്റ് ആയിട്ട് ഫേസ് ചെയ്ത ഒരു അവസ്ഥ, റീസർജൻസ് ഓഫ് ബെഡ്ബഗ്സ്. റീസർജൻസ് എന്ന് പറഞ്ഞാൽ വീണ്ടും ഉണ്ടായി വരിക. ഒരവസ്ഥ മുൻപ് ഉണ്ടായിട്ടുണ്ടായിരിക്കും, അത് വീണ്ടും റീസർജ് ചെയ്യുക. കമ്മിങ് എഗെയിൻ, റൈസിങ് എഗെയിൻ, വീണ്ടും സംഭവിക്കുക. എന്താണ് ആ അവസ്ഥ? ബെഡ്ബഗ്സ്. ബെഡ്ബഗ്സ് എന്താണെന്നുള്ളത് നമുക്ക് അറിയാം, ഒരു തരം പ്രാണിയാണ്. അപ്പോൾ ഈ ബെഡ്ബഗ്സ് ഹ്യൂമൻ ബ്ലഡ് സക്ക് ചെയ്യുന്ന പ്രാണിയാണ്. അപ്പോൾ ആ ഒരു പാരീസിലുണ്ടായ ഒരു അവസ്ഥയാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അതാണ് ഈ പാസേജിൻ്റെ തീം എന്ന് പറയുന്നത്, മെയിൻ ഐഡിയ എന്ന് പറയുന്നത്. ഇതിനകത്ത് തന്നിരിക്കുന്ന വേറെ ഒരു സെൻറ്റൻസും ഈ ഐഡിയ ഫോക്കസ് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി നമ്മൾ അടുത്തയിലോട്ട് പോകുമ്പം സെക്കൻഡ് സെൻറ്റൻസ് ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ അടുത്ത
ഫോക്കസ്. സെക്കൻഡ് സെന്റൻസ് എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞ മെയിൻ ഐഡിയയെ എന്ത് ചെയ്യണം? റിലേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ കണക്ട് ചെയ്യണം. അപ്പൊ സെക്കൻഡ് സെന്റൻസ് നിങ്ങൾ ഓൾറെഡി തന്നിരിക്കുന്ന അറേഞ്ച്മെന്റിൽ നിന്ന് ഞാൻ ഒന്ന് ബാക്കിലേക്ക് കൊണ്ടുപോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷുഡ് ബി ദ സെക്കൻഡ് സെന്റൻസ് ആഫ്റ്റർ റീഅറേഞ്ച്മെന്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം സെക്കൻഡ് സെന്റൻസ് നീഡ്സ് ടു ബി ദ വൺ ദാറ്റ് ലോജിക്കലി ഫോളോസ് ദ മെയിൻ ടോപ്പിക്. മെയിൻ ടോപ്പിക്കിനെ ഫോളോ ചെയ്യുന്നതായിരിക്കണം സെക്കൻഡ് സെന്റൻസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ സെന്റൻസ് ഒന്നും കൂടെ കാണാം. ഇതിൽ ഏതാണ് സെക്കൻഡ് സെന്റൻസ് ആവാൻ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചു നോക്കുക. വൺസ് മോർ നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ഈ കാണുന്നതാണോ, അതായത് ഡി ആണോ എന്ന് നിങ്ങൾ ഒന്ന് ഒത്തു നോക്കുക. ഡി എന്താണ് ആ സെന്റൻസ്? This outbreak has raised concerns not only among residents but also tourists. അതായത് ഔട്ട്ബ്രേക്ക് ഓഫ് ബെഡ് ബഗ്സ്, ആ പ്രശ്നം എന്താണ് ഉണ്ടാക്കിയത്, എന്തവസ്ഥയാണ് ഉണ്ടാക്കിയത്, അതല്ലേ പറയുന്നത്. ആ നാട്ടിലെ റെസിഡൻസിനും അതേപോലെ തന്നെ ടൂറിസ്റ്റുകൾക്കും എന്തായി? അത് വറീസ് ഉണ്ടാക്കി. Many of whom worry that the pests could travel with them back to their countries. അതായത് ടൂറിസ്റ്റുകളൊക്കെ വരുന്ന സമയത്ത് അവരുടെ ദേഹത്തോ മറ്റോ അല്ലെങ്കിൽ അവരുടെ വസ്ത്രങ്ങളിലോ ലഗേജിലോ ഒക്കെ ഇത് പറ്റിക്കഴിഞ്ഞാൽ അവരുടെ കൺട്രീസിലേക്കും കൂടെ ഇത് എത്തിപ്പെടുമെന്നുള്ള ആ ഒരു ടെൻഷനിലേക്കാണ് അവർ പോയത്. അതാണ് പറയുന്നത്. അപ്പോൾ മെയിൻ ടോപ്പിക്കിനെ കണക്ട് ചെയ്തു അല്ലേ? അതാണ് രണ്ടാമത്തെ സെന്റൻസ് ചെയ്തത്. This sentence connects to the concerns related to the outbreak that affect the residents as well as tourists. Okay. ഇനി ഇതിൽ മൂന്നാമത്തെ സെന്റൻസിലേക്കാണ് നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് അല്ലേ? അപ്പോൾ പാസേജിലേക്ക് ഒന്നുകൂടെ പോണം, സെന്റൻസസിലേക്ക്. ഈ രണ്ടാമത്തെ സെന്റൻസുമായി ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഫർദർ കണക്ഷൻ ആണെന്ന് പറയാവുന്ന അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ ആണെന്ന് പറയാവുന്ന ഒരു സെന്റൻസ്, അത് ഇതിൽ ഏതായിരിക്കും എന്നാണ് നിങ്ങൾ അടുത്തതായിട്ട് നോക്കേണ്ടത്. എ ആയിരിക്കുമോ അല്ലെങ്കിൽ ബി ആയിരിക്കുമോ? ഓരോ സെന്റൻസും വായിക്കുമ്പോൾ അതിനു മുൻപ് നമ്മൾ ഓൾറെഡി ഒരു സെന്റൻസ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു. രണ്ട് സെന്റൻസ് ഇപ്പൊ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ സെന്റൻസിലേക്ക് പോകുമ്പോൾ രണ്ടാമത്തെ സെന്റൻസുമായിട്ട് അതിന് കണക്ഷൻ ഉണ്ടോ ഇല്ലയോ, ഇതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഓൾറെഡി രണ്ട് സെന്റൻസ് പോയി കഴിഞ്ഞു, സിയും ഡിയും. ഇനി നമുക്ക് ബാക്കിയുള്ളത് എ ബി ഇ എഫ്, ഈ 4 സെന്റൻസുകളാണ്. ഇതില് മൂന്നാമത്തെ സെന്റൻസ് ആയി നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടാവും ഒരു സെന്റൻസിനെ. ആ സെന്റൻസ് തേർഡ് സെന്റൻസ് ഏതാണ്? തേർഡ് സെന്റൻസ് ഷുഡ് ബി എ കണ്ടിന്യൂവേഷൻ അല്ലെ? സെക്കൻഡിൽ പറഞ്ഞതിന്റെ തുടർച്ചയായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷൻ ഇതാണോ എന്ന് നിങ്ങൾ നോക്കുക. എക്സ്പേർട്സ് സജസ്റ്റ് ദാറ്റ് ഇന്റർനാഷണൽ ട്രാവൽ ആൻഡ് ഡെൻസ് അർബൻ എൻവയോൺമെന്റ്സ് ഹാവ് ഫെസിലിറ്റേറ്റഡ് ദ റാപ്പിഡ് സ്പ്രെഡ് ഓഫ് ദിസ് ഇൻഫെസ്റ്റേഷൻ. അതായത് ഇൻഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്പ്രെഡ് ചെയ്യുന്ന അവസ്ഥ. ഓക്കെ, അപ്പോ എന്താണ് പറയുന്നത്? ഈ ബെഡ് ബഗ്സിന്റെ ഇൻഫെസ്റ്റേഷൻ അത് എങ്ങനെ അഫക്റ്റ് ചെയ്തു? സെക്കൻഡ് സെന്റൻസിൽ പറയുന്ന റെസിഡൻസിനെയും ടൂറിസ്റ്റിനെയും ബാധിച്ചു എന്ന് പറയുന്നുണ്ട്. അവരൊക്കെ വറീഡ് ആണെന്ന് പറയുന്നുണ്ട്. അതിന്റെ ഫർദർ കണക്ഷൻ ആണ് തേർഡ് സെന്റൻസ് എന്ന് പറയുന്നത്. അതായത് എക്സ്പെർട്ടുകൾ പറയുന്നു ഇന്റർനാഷണൽ ട്രാവലും അതേപോലെ തന്നെ ഡെൻസ് അർബൻ എൻവയോൺമെന്റ്സും ഡെൻസ് പോപ്പുലേഷൻ, ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയിട്ടിരിക്കുന്ന അവസ്ഥ, അതുകൊണ്ടാണ് ഈ ബെഡ് ബഗ്സിന്റെ ഇൻഫെസ്റ്റേഷൻ ഇത്രയധികം എന്തായത്, സീരിയസ്ലി അഫക്റ്റഡ് ആയത്, സ്പ്രെഡ് ആയത് എന്ന് പറയുന്നു. രണ്ടാമത്തെ ഐഡിയയെ ഫർദർ എക്സ്പ്ലെയിൻ ചെയ്യാണ് മൂന്നാമത്തെ സെന്റൻസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ മൂന്നാമത്തെ സെന്റൻസ് ഏതാണെന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഓക്കെ, അത് മാത്രമല്ല അതിനകത്ത് ഒരു കാര്യം കൂടെ ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. ഞാൻ അതവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ദിസ് സെന്റൻസ് എക്സ്പ്ലെയിൻസ് ദ റീസൺസ് ദാറ്റ് ഫെസിലിറ്റേറ്റഡ് ദ സ്പ്രെഡ്. അതായത് എന്ത് കാരണത്താലാണ് സ്പ്രെഡ് കൂടുതലായത് എന്ന് കൂടെ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇന്റർനാഷണൽ ട്രാവലും ഡെൻസ് അർബൻ എൻവയോൺമെന്റ്സും,
ഈ അർബൻ ലൈഫിലൊക്കെ ആളുകൾ ഇങ്ങനെ വീടുകളും ഒക്കെ വെച്ച് തിങ്ങിക്കൂടി താമസിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ഇന്റർനാഷണൽ ട്രാവലിംഗ് ഫെസിലിറ്റീസ് ഒക്കെ കൂടുന്നതിനനുസരിച്ചിട്ട് എന്ത് സംഭവിക്കും? ഇങ്ങനെയുള്ള ഇൻഫെസ്റ്റേഷൻ വരുമ്പോൾ അതിന്റെ സ്പ്രെഡും കൂടുതലാവും. ഓക്കെ, അപ്പം ഇനി നമുക്ക് അടുത്ത സ്റ്റേറ്റ്മെന്റ്, ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, അപ്പൊ അതിന് തേർഡ് സ്റ്റേറ്റ്മെന്റുമായിട്ട് ബന്ധം ഉണ്ടായിരിക്കും, ഫർദർ ഇലാബറേഷൻ ആയിരിക്കും ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതെന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾ ഒരു സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. ഐഡന്റിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഒരിക്കൽ കൂടി ആ സെന്റൻസസിലോട്ടൊന്ന് മൂവ് ചെയ്യാം. സെന്റൻസ് ഞാൻ ഇവിടെ വീണ്ടും കാണിച്ചിട്ടുണ്ട്. ഈ കൂടെ നമുക്ക് പോയി. ഇനി നമുക്ക് ഏതൊക്കെയാണുള്ളത്? എ ഉണ്ട്, ബി ഉണ്ട്, പിന്നെ എഫ് ഉണ്ട്. ഓക്കെ, ഇനി ഇതിലേതാണ് നമുക്ക് തേർഡുമായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഫർദർ ഒരു കണക്ഷൻ ഐഡിയ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പം നിങ്ങൾക്കൊരു സെന്റൻസ് കിട്ടിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടാവും ഒരു സെന്റൻസ്. ആ സെന്റൻസ് ബി ആണെങ്കിൽ ആ സെന്റൻസ് നമുക്കൊന്ന് നോക്കാം. ഡെസ്പൈറ്റ് എഫേർട്സ് ടു കണ്ടെയ്ൻ ദ സിറ്റുവേഷൻ, ദ ബെഡ്ബഗ്സ് ഹാവ് ഇൻഫെസ്റ്റഡ് പബ്ലിക് ട്രാൻസ്പോർട്ട്, പോപ്പുലർ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ആൻഡ് ഈവൻ എയർപോർട്ട്സ്. അതായത് നേരത്തെ എന്താണ് പറഞ്ഞത്? എന്ത് കാരണത്താലാണ്, എങ്ങനെയൊക്കെയാണ് ഈ സ്പ്രെഡ് ഫെസിലിറ്റേറ്റഡ് ആയത് എന്ന് പറഞ്ഞു. അപ്പോ അതിനെ തുടർന്ന് പറയുകയാണ്, ഈ സിറ്റുവേഷനെ എങ്ങനെയൊക്കെ മാറ്റിയെടുക്കാൻ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ നോക്കുമ്പോഴും ബെഡ്ബഗ്സിന്റെ സ്പ്രെഡ് എവിടെയൊക്കെ കൂടിക്കൂടി വന്നിട്ടുണ്ട്? പബ്ലിക് ട്രാൻസ്പോർട്ട്, പോപ്പുലർ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ്, എയർപോർട്ടുകളിൽ വരെ. ഓക്കെ, അത് നേരത്തെ പറഞ്ഞ ഐഡിയ ഉണ്ടല്ലോ. അതായത് എന്ത് കാരണത്താലാണ് അർബൻ എൻവയോൺമെന്റ്സ്, ഇന്റർനാഷണൽ ട്രാവൽ, അതൊക്കെയാണ് ഇതിന്റെ സ്പ്രെഡ് ഫെസിലിറ്റേറ്റ് ചെയ്തത് എന്ന് പറയുന്ന ആ ഐഡിയയെ ഫർദർ ഇലാബറേറ്റ് ചെയ്യുന്നതാണ് ഈ സെന്റൻസ്. ഓക്കെ, അപ്പോ അതിനുള്ള ഒരു കണക്ഷൻ, ഒരു എക്സ്പ്ലനേഷൻ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ദിസ് സെന്റൻസ് എക്സ്പാൻഡ്സ് ഓൺ ദ സ്പ്രെഡ്, the idea stated in the previous sentence, focusing on where bed bugs are appearing. എവിടെയൊക്കെയാണ്? പബ്ലിക് ട്രാൻസ്പോർട്ട്, ടൂറിസ്റ്റ് ഏരിയാസ്, എയർപോർട്ട്സ്, അങ്ങനെ. അപ്പം ഇനി നമ്മൾ പോവേണ്ടത് അടുത്ത രണ്ട് സ്റ്റേറ്റ്മെന്റുകളിലേക്കാണ്. ഓക്കെ, അപ്പൊ ഇതിനുമായിട്ട് ഫോർത്തുമായിട്ട് കണക്ട് ചെയ്യുന്ന ഫിഫ്ത്ത് സ്റ്റേറ്റ്മെന്റ്, നമുക്ക് ഒന്നുകൂടി ആ സ്റ്റേറ്റ്മെന്റുകൾ കാണാം. ഇതിലിനി രണ്ട് സ്റ്റേറ്റ്മെന്റുകളേ ഉള്ളൂ. ഒന്ന് എ ഉണ്ട്, അതേപോലെ തന്നെ ഒരെണ്ണം കൂടെ ഇതിനകത്തുണ്ട്. രണ്ട് സ്റ്റേറ്റ്മെന്റുകളുണ്ട്. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകളിൽ ഏതാണ് അഞ്ചാമതായിട്ട് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം നമുക്ക് ഇതിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിൽ അഞ്ചാമത്തെ സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്ന് തന്നിട്ടില്ല, അല്ലെങ്കിൽ ചോദിച്ചിട്ടില്ല, ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല. ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതാണ് ആസ് പെർ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കാണാൻ കഴിഞ്ഞത്. പക്ഷെ നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ എന്ത് വേണം? ഫിഫ്ത്തും കൂടെ കണ്ടുപിടിച്ചാലേ നമുക്ക് ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നുള്ളത് കൺഫേം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഫിഫ്ത്ത് സ്റ്റേറ്റ്മെന്റ് ഏതായിരിക്കും ഇതിലെ എന്നുള്ളത് നിങ്ങൾ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞു എ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അതേപോലെ തന്നെ എഫും ഉണ്ട്, അല്ലേ? അപ്പോൾ ഇതില് ഫോർത്തുമായി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുക എ ആണോ അതോ എഫ് ആണോ? എ നമുക്കൊരു ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണോ കാണാൻ പറ്റുക, അതോ എഫിനെയാണോ ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കാണാൻ പറ്റുക? അത് നോക്കിയിട്ടാണ് ഇത് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഇതിൽ കിട്ടിക്കാണും. ആ ഓപ്ഷൻ എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞിരുന്നു ലാസ്റ്റ് സെന്റൻസ് ഏതാണ് എന്നുള്ളതാണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യന്. അതിനു മുമ്പ് നമുക്ക് എന്തായാലും എന്ത് വേണം? ഫിഫ്ത്ത് സെന്റൻസിനെ ഐഡന്റിഫൈ ചെയ്തേ പറ്റൂ. ആ ഫിഫ്ത്ത് സെന്റൻസ് ഏതാണ്? നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തതും ഇതിൽ കാണുന്നതും സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യുക. Furthermore, bedbugs have become a common sight in metros. നേരത്തെ പറഞ്ഞിരുന്നു പബ്ലിക് ട്രാൻസ്പോർട്ട് ഏരിയാസ്, എയർപോർട്ട്സ്, അവിടെയൊക്കെ ഈ ബെഡ്ബഗ്സിന്റെ ഇൻഫെസ്റ്റേഷൻ കൂടുതലാണ് എന്നുള്ളത്.
അതിന്റെ ഫർദർ കണക്ഷൻ ആയിട്ടാണ് ഇത് പറയുന്നത്. ബെഡ് ബഗ്സ് ഹാവ് ബിക്കം എ കോമൺ സൈറ്റ് ഈവൻ ഇൻ മെട്രോസ്, എയർപോർട്ട്സ്, മേക്കിംഗ് കൺട്രോൾ മെഷേഴ്സ് ഈവൻ മോർ ചാലഞ്ചിങ്. അല്ലെ, അതായത് കൺട്രോൾ മെഷേഴ്സിനെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാണ് ബെഡ് ബഗ്സിന്റെ ഇൻഫെസ്റ്റേഷൻ കൂടുതലാണ് എന്നുള്ള ഒരു ഫർദർ എക്സ്പ്ലനേഷൻ ആണ് ഇത്. ഓക്കെ, ഇനിയാണ് നമ്മൾ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റിലേക്ക്. ഓൾറെഡി അറേഞ്ച്മെന്റ് എന്നുള്ള രീതിയിൽ നമ്മൾ അത് അവിടെ കാണിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അറേഞ്ച് ചെയ്യാം. എല്ലാ സ്റ്റേറ്റ്മെന്റും കഴിയുമ്പോൾ ദ ഓൺലി റിമൈനിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് സ്റ്റേറ്റ്മെന്റ് എ. ആ സ്റ്റേറ്റ്മെന്റ് എ എന്താണ്? The government has therefore employed authorities to conduct fumigations. Fumigations എന്താണെന്നുള്ളത് നമുക്ക് അറിയാമായിരിക്കും. The spread of gas or vapor. ഈ ഇൻഫെസ്റ്റേഷൻ ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഫ്യൂമിഗേഷൻ. അപ്പം ഇതാണ് ഫൈനൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അതായത് കൺട്രോളിംഗ് മെഷേഴ്സ് പോലും പ്രാക്ടിക്കലി ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് തന്നെ government has therefore employed authorities to conduct fumigations as the situation continues to escalate. സിറ്റുവേഷൻ കൂടുതൽ വേഴ്സ്റ്റ് ആയി വരുന്നത് കൊണ്ട് തന്നെ ഗവൺമെന്റ് അതോറിറ്റീസിനെ നിയോഗം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതോറിറ്റീസിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. എന്തിന്? ഫ്യൂമിഗേഷൻ കണ്ടക്ട് ചെയ്യാനായിട്ട്. സോ ഈ സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് ഫൈനലായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുക. ഓക്കെ, എന്താണ് അതിന്റെ ഫോക്കസ് എന്ന് ചോദിച്ചാൽ, ഫോക്കസിങ് ഓൺ ദ മെഷേഴ്സ് ടേക്കൺ ബൈ ദ ഗവൺമെന്റ് ടു കൺട്രോൾ ദ സിറ്റുവേഷൻ ഓർ ദ റെസ്പോൺസ് ഓഫ് ദ ഗവൺമെന്റ്. അതാണ് ഇതിലെ ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ സ്റ്റേറ്റ്മെന്റിന്റെ അറേഞ്ച്മെന്റ് എങ്ങനെയാ വരുന്നത്? CDEBFA. അറേഞ്ച്മെന്റ് കഴിഞ്ഞാൽ പിന്നെ ആൻസറിലെ ഓപ്ഷൻസ്, അതായത് ഏതാണെന്നുള്ളത് കണ്ടെത്താൻ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അപ്പൊ ഈ ക്വസ്റ്റ്യൻസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പാസേജിലെ സ്റ്റേറ്റ്മെന്റ്സിനെ ഇങ്ങനെ ജംപ് ചെയ്ത് തന്നിരിക്കുകയായിരിക്കും. അതിനെ നിങ്ങൾ അതിൻ്റെ മീനിങ് നോക്കിയിട്ടും ഓരോ സ്റ്റേറ്റ്മെന്റും തമ്മിലുള്ള കണക്ഷൻ മനസ്സിലാക്കിയിട്ടും ഏത് കഴിഞ്ഞ് പ്ലേസ് ചെയ്യാൻ പറ്റുമെന്ന് ലോജിക്കലായി മനസ്സിലാക്കിക്കൊണ്ട് വേണം എന്ത് ചെയ്യാൻ, ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായിട്ട്. ഇത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാനും പറ്റും. ഓക്കെ, കുറച്ച് ആലോചിച്ച് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. അപ്പൊ ഈ ഒരു ടൈപ്പ് നമ്മൾ IBPS PO പ്രിലിംസിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. ഓക്കെ, ഇനി അടുത്തത് RRB NTPC പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതില് ഒത്തിരി സെന്റൻസസ് ഇല്ല, അതായത് ജംബിൾഡ് സെന്റൻസസ് എന്ന് പറയാൻ പറ്റില്ല. ഇത് ഒരു സെന്റൻസിലെ പാർട്ടുകളെ ഇങ്ങനെ ജംബിൾ ചെയ്ത് തന്നിരിക്കുകയാണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഈസിയാണ്. അതായത് നേരത്തെ കണ്ട ആ ഒരു മോഡലിൽ നിന്ന് നോക്കുമ്പോൾ ഈസിയാണ്. അപ്പം നമുക്കിതൊന്ന് നോക്കാം. റീഅറേഞ്ച് ദ ഫോളോയിങ് ജംബിൾഡ് സെന്റൻസസ് ടു മേക്ക് എ മീനിങ്ഫുൾ വൺ. അതാണ് തന്നിരിക്കുന്നത്. P are inhibiting progress. Q they look for creative. R rather than the conventional solution of outsourcing. Yes, solutions to the problems that. ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്തായിരിക്കും? ഞാനിപ്പോൾ പാരഗ്രാഫിലെ സെന്റൻസസ് ജംബിൾ ചെയ്ത് തന്നപ്പോൾ പറഞ്ഞിരുന്നു ഒരു ഇൻട്രോഡക്ടറി സ്റ്റേറ്റ്മെന്റ് ആവാൻ സ്യൂട്ടബിൾ ആയത് കണ്ടെത്തണം എന്നുള്ളത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ സെന്റൻസിന്റെ തുടക്കമാവാൻ പറ്റുന്നതിനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ആദ്യം ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, അതായത് നമുക്കറിയാം ഏതൊരു സ്റ്റേറ്റ്മെന്റും തുടങ്ങുന്നത് ഒരു സബ്ജക്റ്റിലായിരിക്കും. നൗൺ, പ്രൊനൗൺ, അങ്ങനെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിലാണ് ഒരു സ്റ്റേറ്റ്മെന്റ് തുടങ്ങുക. അപ്പൊ ഇവിടെ അങ്ങനെ ഒരു ബിഗിനിങ് ആണ് എന്ന് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും ഓൾറെഡി. അത് ഏതാണ്? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. പ്രോപ്പർ സീക്വൻസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതനുസരിച്ച് വേണം നമ്മളത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട്. ഇവിടെ Q എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ദേ ലുക്ക് ഫോർ ക്രിയേറ്റീവ്. ദേ എന്നുള്ളത് സബ്ജക്റ്റ് ആവാൻ സ്യൂട്ടബിൾ ആണ്, സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ദേ എന്നുള്ള തേർഡ് പേഴ്സൺ പ്രൊനൗൺ. അപ്പോ അതാണ് നമുക്ക് ആദ്യം എടുക്കാൻ പറ്റുക.
ബിഗിനിങ് ദേ ലുക്ക് ഫോർ ക്രിയേറ്റീവ്. ഇനി ഇതിൻ്റെ ബാക്കി, അതായത് ഫർദർ കണക്ഷൻ വരുന്ന പാർട്ട് ഏതാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ദേ ലുക്ക് ഫോർ ക്രിയേറ്റീവ്. ബാക്കി ആർ ഇൻഹിബിറ്റിംഗ് പ്രോഗ്രസ് എന്നുള്ളത് പറ്റുമോ? റാദർ ദാൻ ദ കൺവെൻഷണൽ സൊല്യൂഷൻ ഓഫ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറ്റുമോ? സൊല്യൂഷൻസ് ടു പ്രോബ്ലംസ് ദാറ്റ് എന്ന് പറ്റുമോ? ശ്രദ്ധിച്ചു നോക്കുക. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്കൊരു ഓപ്ഷൻ കിട്ടിയിട്ടുണ്ടാവും. ആ കിട്ടിയ ഓപ്ഷനും ഞാൻ ഈ പറയുന്ന ഓപ്ഷനും ഒന്നാണോ എന്ന് നോക്കാം. They look for creative solutions to problems that. ഇതാണ് നിങ്ങളുടെ ഓപ്ഷൻ എങ്കിൽ ഇത് ശരിയാണ്. അടുത്തത് ഈ ദാറ്റ് കഴിഞ്ഞ് ഫർദർ ഏത് ഭാഗമാണ് ശരിയാവുക അതാണ് നമ്മൾ നോക്കുന്നത്. That are inhibiting progress rather than the conventional solution of outsourcing. അപ്പോൾ 4 ഭാഗങ്ങൾ നമ്മൾ സോൾവ് ചെയ്തു. അപ്പോൾ പ്രോപ്പർ സീക്വൻസ് ഏതായിരിക്കും? Q S P R. Q S P R. അതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ ഇവിടെ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. സബ്ജക്റ്റ് ഐഡന്റിഫൈ ചെയ്യണം. ഐഡന്റിഫൈ ദ പാർട്ട് ദാറ്റ് കറക്റ്റ്ലി ആൻഡ് മീനിങ്ഫുള്ളി പ്രൊസീഡ്സ് ദ ഫസ്റ്റ് പാർട്ട്. ഫസ്റ്റ് പാർട്ടിനെ കറക്റ്റായിട്ട് പ്രൊസീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ട് തന്നെ നിങ്ങൾക്ക് ചൂസ് ചെയ്യണം. മൂന്നാമത്തെ കാര്യം, സെക്കൻഡ് പാർട്ടിനെ കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇലാബറേറ്റ് ചെയ്യുന്ന, എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കണം തേർഡ് പാർട്ട്. ലാസ്റ്റ് പാർട്ട് ആണെന്നുണ്ടെങ്കിൽ സെന്റൻസിന്റെ ഐഡിയയെ കംപ്ലീറ്റ് ചെയ്യുന്നതാവണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിൽ വെക്കുക. പിന്നെ ഓരോ സെന്റൻസ് അനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ ബിഗിനിങ്, അതിൻ്റെ കണ്ടിന്യൂവേഷൻ, എൻഡ് ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതേപോലുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്യാം. Rearrange the following jumbled sentences to make a meaningful one. ഇതിലും ഇതേപോലെ PQRS 4 പാർട്ട് തന്നിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് പാർട്ട് ആവാൻ പറ്റുന്നത്, അതായത് ബിഗിനിങ് സബ്ജക്റ്റ് പാർട്ട് ആവാൻ പറ്റുന്നത് ഏതാണെന്ന് നിങ്ങളിപ്പോൾ കണ്ടെത്തിയിട്ടുണ്ടാവും. ഈസിയാണ്. അത് തീർച്ചയായിട്ടും ഏതായിരിക്കും? ദ ക്ലൈമറ്റ് ഓഫ് ഇന്ത്യ. ദ ക്ലൈമറ്റ് ഓഫ് ഇന്ത്യ. സെക്കൻഡ് പാർട്ട് അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിരിക്കും. ക്ലൈമറ്റ് ഓഫ് ഇന്ത്യ എന്ത്? കംപ്രൈസസ് ഓഫ് എ വൈഡ് റേഞ്ച് ഓഫ്. മൂന്നാമത്തെ പാർട്ട് നിങ്ങൾ കണ്ടെത്തിയത് ഇതാണോ എന്ന് നോക്കുക. വെദർ കണ്ടീഷൻസ് അക്രോസ് എ വാസ്റ്റ് ജിയോഗ്രാഫിക് സ്കെയിൽ ആൻഡ് വാരീഡ് ടോപ്പോഗ്രാഫി. അപ്പൊ എങ്ങനെയാണ് വന്നത്? നമ്മുടെ അറേഞ്ച്മെന്റ് എങ്ങനെയാണ് വന്നത്? ഫസ്റ്റ് പാർട്ട് Q, സെക്കൻഡ് പാർട്ട് S, തേർഡ് പാർട്ട് P, ഫോർത്ത് പാർട്ട് R. ഓക്കെ, അപ്പൊ എങ്ങനെയാ വന്നത്? Q S P R. ഇതായിരിക്കും നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷൻ. ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് ഒരു സെന്റൻസിനെ തന്നെ പാർട്ടായിട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ ആദ്യം ചെയ്ത പോലുള്ള മോഡൽ ഓഫ് ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. ഇത് IBPS-POയുടെ എക്സാമിൽ വന്നിട്ടുള്ളതാണ്, പ്രിലിംസിൽ വന്നിട്ടുള്ളതാണ്. 2023 ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പാരാജമ്പിൾ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതിലെ സെന്റൻസസ് എല്ലാം നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. എല്ലാ സെന്റൻസും വായിക്കുമ്പം തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ, ഫസ്റ്റ് സെന്റൻസ്, ദ വെരി ഫസ്റ്റ് സെന്റൻസ്, ഇത് ജംബിൾഡ് ഓർഡറിലാണ് തന്നിരിക്കുന്നതെങ്കിൽ പോലും the very first sentence itself gives you the idea that it is about artificial intelligence and robotics. അതിനെ കുറിച്ചിട്ടാണ് ഈ പാസേജ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അതാണ് അതിൻ്റെ തീം. ഇതിലെ തീമാറ്റിക്കലി സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇൻട്രൊഡക്ടറി സെന്റൻസ് ആണ് ഇനി കണ്ടെത്തേണ്ടത്.
അങ്ങനെയാണെങ്കിൽ ഇൻട്രൊഡക്ടറി സെന്റൻസ് ആവാൻ ഏറ്റവും സ്യൂട്ട് ഏതാണ് എന്ന് നിങ്ങളിപ്പോൾ കണ്ടെത്തിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് റോബോട്ടിക്സ് എന്നുള്ള ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സെന്റൻസ് തന്നെയാണ് അതിലെ ഗിവൺ സെന്റൻസ്, സെന്റൻസ് എ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് റോബോട്ടിക്സ് ആർ വെരി റീസെന്റ് ടെക്നോളജീസ് ആൻഡ് റിസ്ക്സ് ഫോർ അവർ വേൾഡ്. ടെക്നോളജീസുമാണ്, അറ്റ് ദ സെയിം ടൈം റിസ്ക് തരുന്ന ടെക്നോളജീസ് കൂടിയാണ് എന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ആൻഡ് ദിസ് സ്റ്റേറ്റ്മെന്റ് ഇൻട്രൊഡ്യൂസസ് ദ ടോപ്പിക്. ഓക്കെ, ഇനി സെക്കൻഡ് സെന്റൻസ്. സെക്കൻഡ് സെന്റൻസ് നമ്മൾ മുൻപ് ചെയ്ത ആ ക്വസ്റ്റ്യൻ വെച്ച് നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാം, മെയിൻ ഐഡിയയെ ഫോളോ ചെയ്യുന്നതായിരിക്കണം അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ സെന്റൻസിലേക്ക് ഒരിക്കൽ കൂടി തിരിച്ചു വരിക, ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഇതിലെ ഏത് സെന്റൻസ് ആണ് ഫസ്റ്റ് സെന്റൻസിനെ ഫോളോ ചെയ്തു വരാൻ പറ്റുന്നത് എന്നുള്ളത്. അതിലെ സെന്റൻസ് ഇ ഉണ്ട്. They are developing their capacity dramatically and shifting their origins of developing intention to other dimensions. അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് റോബോട്ടിക്സ് അവര് അതിൻ്റെ ആ ഫീൽഡ്, അതിൻ്റെ കപ്പാസിറ്റി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഡ്രമാറ്റിക്കലി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, കൂടുതൽ ഡയമെൻഷൻസിലേക്ക് അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് ലോജിക്കലി ഒരു ഫർദർ ഐഡിയയാണ് നിങ്ങൾക്ക് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള ഈ തരുന്നത്. ഓക്കെ, ഇനി ഇത് തന്നെ നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കുക. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റുമായിട്ട് ബന്ധമുണ്ടായിരിക്കും തീർച്ചയായിട്ടും മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിന്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഓൾറെഡി ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഫർദർ എക്സ്പ്ലനേഷൻ ആയിരിക്കണം എന്ന് പറഞ്ഞു. നിങ്ങളിപ്പോൾ സ്റ്റേറ്റ്മെന്റുകൾ കണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ സെന്റൻസ് സി ആണ് AI ആൻഡ് റോബോട്ടിക്സിനെ കുറിച്ച് ഫർദർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സെന്റൻസ്. നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തതും ഞാൻ ഇവിടെ നോട്ട് ചെയ്തിട്ടുള്ളതും സെയിം ആണെന്നുണ്ടെങ്കിൽ ഓക്കെ. സെന്റൻസ് സി എക്സ്പ്ലെയിൻസ് ദാറ്റ് അനലൈസിംഗ് ദ പാസ്റ്റ് ഓഫ് AI ആൻഡ് റോബോട്ടിക്സ് helps us to understand their aims in different situations. അതായത് ഈ സെന്റൻസ് സി നമ്മളൊന്ന് കെയർഫുള്ളി വായിക്കുക. When humans see the past histories of AI and robotics, human beings can examine and understand the objectives and intentions of them to make life easy and assist human beings within different circumstances and situations. അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും റോബോട്ടിക്സിന്റെയും പാസ്റ്റ് നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഒബ്ജക്റ്റീവ്സും ഇന്റൻഷൻസും മനസ്സിലാക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. സോ രണ്ടാമത്തെ സെന്റൻസിൽ പറയുന്ന ഐഡിയ ഉണ്ടല്ലോ, പല ഡയമെൻഷൻസിലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്, അതിനെ ഫർദർ മൂവ് ചെയ്യുകയാണ് മൂന്നാമത്തെ സെന്റൻസിൽ ചെയ്തിട്ടുള്ളത്. അതായത് ഇതിന്റെ പാസ്റ്റ് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒബ്ജക്റ്റീവ്സും ഇന്റൻഷൻസും ഡിഫറെന്റ് സർക്കംസ്റ്റാൻസസ് ആൻഡ് സിറ്റുവേഷൻസിൽ എങ്ങനെയാണ് എന്ന് മനസ്സിലാകും എന്നുള്ളത്. അപ്പൊ ഫർദർ എക്സ്പ്ലനേഷൻ ആണ് ഏത്? തേർഡ് ഐഡിയ അല്ലെങ്കിൽ തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടത് ഏതാണ്? ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ആണ്. ഞാൻ വൺസ് മോർ നിങ്ങൾക്ക് ആ സ്റ്റേറ്റ്മെന്റുകൾ കാണിച്ചു തരാം. ഇതിലെ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് പ്രീവിയസ് സ്റ്റേറ്റ്മെന്റിനെ എഗെയിൻ എന്ത് ചെയ്യുന്നതായിരിക്കും? ഫോളോ ചെയ്യുന്നതായിരിക്കും അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിൽ നിങ്ങൾ കണ്ടുപിടിച്ച ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇവിടെ ഐഡന്റിഫൈ ചെയ്തത് ഞാൻ ഇവിടെ കാണിക്കുകയാണ്. Fourth sentence should be the one that connects to and elaborates on the main idea or the idea mentioned in the previous sentence. That's understood, right? അങ്ങനെയാണെങ്കിൽ സെന്റൻസ് ഡി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തത് ചിലപ്പം സെന്റൻസ് ഡി ആയിരിക്കും. ഇനി അല്ലെങ്കിലും സെന്റൻസ് ഡി ഒന്ന് ഫോക്കസ് ചെയ്യുക. However, currently and in the near future, due to the change in the attitude of robotic and AI inventors and experts, as well as based on the AI nature that their capacity of environmental acquisition and adaptation, they may become predators and put creatures at risk. അപ്പോൾ ഇവിടെ മറ്റൊരു ഐഡിയയിലേക്ക്, അതായത് റിസ്ക്,
AI ആൻഡ് റോബോട്ടിക്സിന്റെ റിസ്ക് എന്താണ് എന്നുള്ള ഒരു ഫർദർ ഐഡിയയിലേക്കാണ് പാസേജ് മൂവ് ചെയ്യുന്നത്. ഈ ഒരു സെന്റൻസും ഉണ്ട്. അതാണ് സെന്റൻസ് ഡി എന്ന് പറയുന്നത്, ഫോർത്ത് സ്റ്റേറ്റ്മെന്റ്. ഇനി നമുക്ക് ഒരിക്കൽ കൂടി സെന്റൻസുകൾ കാണാം. ഇനി ഫിഫ്ത്ത് സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഈ ഫോർത്തുമായിട്ട് അതിന് കണക്ഷൻ ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇതിൽ ഏതാണ് എന്ന് നോക്കുക. നമുക്കിനി രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ മാത്രമേ ഉള്ളൂ. ഒന്ന് സ്റ്റേറ്റ്മെന്റ് ബി ആണ്, രണ്ട് സ്റ്റേറ്റ്മെന്റ് എഫ് ആണ്. ഇതിൽ സ്റ്റേറ്റ്മെന്റ് എഫ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അതിനകത്ത് ഫൈനലി എന്നൊരു വേർഡ് കാണാനുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ സ്റ്റേറ്റ്മെന്റ് ഒരു ഫൈനലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ കൺക്ലൂഡ് ചെയ്യുന്ന ടോണാണ് ആ സ്റ്റേറ്റ്മെന്റ് തരിക എന്നുള്ളത്. അപ്പോൾ ഓരോ സ്റ്റേറ്റ്മെന്റിനും ഓരോ ടോൺ ഉണ്ടായിരിക്കും. ചിലതൊരു ഇൻട്രൊഡ്യൂസിങ് ടോൺ ആയിരിക്കും ആ സ്റ്റേറ്റ്മെന്റിന്, ചിലതിന് എക്സ്പ്ലനേഷൻ ആയിരിക്കും, ചിലത് ഇലാബറേറ്റ് ചെയ്യുന്നതായിരിക്കും, ചിലത് റീസൺ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും, ചിലത് കൺക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ആ സെൻസിലാണ് ഞാൻ പറഞ്ഞത് ഇതിലെ എഫ് സ്റ്റേറ്റ്മെന്റ് അത് കൺക്ലൂഡ് ചെയ്യുന്നതാണ്. Thus finally they will create their new universe or the destiny of our universe will be in danger. അതൊരു കൺക്ലൂഡിങ് സ്റ്റേറ്റ്മെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിലെ സ്റ്റേറ്റ്മെന്റ് ബി ആയിരിക്കും ഫിഫ്ത്ത് വൺ. ഏതാണ് ആ സ്റ്റേറ്റ്മെന്റ്? They may also inherit the full nature of creatures. അതായത് ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞ ഐഡിയയെ കണക്ട് ചെയ്തിട്ട് പറയുകയാണ്. ഇതിനു മുൻപ് പറഞ്ഞ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ഏതായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്, റിസ്ക്. അതിലല്ലേ ഫോക്കസ് ചെയ്തത്? ആ റിസ്കിനെ ഫോക്കസ് ചെയ്തിട്ട് തന്നെയാണ് ഫിഫ്ത്ത് സെന്റൻസ് പറയുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും റോബോട്ടിക്സും ദേ മേ ഓൾസോ ഇൻഹെറിറ്റ് ദ ഫുൾ നേച്ചർ ഓഫ് ക്രീച്ചേഴ്സ്. അതായത് നാച്ചുറൽ ആയിട്ടുള്ള ക്രീച്ചേഴ്സിന്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ നേച്ചർ വരെ ഇൻഹെറിറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും റോബോട്ടിക്സും വളരും. ആ ഡയമെൻഷനിലാണ് അതിന്റെ റിസ്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഫിഫ്ത്ത് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ റിസ്കിനെ ഒന്നുകൂടെ ഇലാബറേറ്റ് ചെയ്യുകയാണ് ഫിഫ്ത്ത് സ്റ്റേറ്റ്മെന്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമ്മൾ ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഫൈനൽ സ്റ്റേറ്റ്മെന്റ് എഫ് ആണ്. അപ്പൊ ഇതില് ഫസ്റ്റും ലാസ്റ്റും സ്റ്റേറ്റ്മെന്റുകൾ കറക്റ്റ് ഓർഡറിലാണ്. ബാക്കി സ്റ്റേറ്റ്മെന്റുകൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ, കറക്റ്റ് ഓർഡറിലേക്ക് അറേഞ്ച് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പം ഇതിൽ നമ്മൾ കറക്റ്റ് സീക്വൻസ് എങ്ങനെയാ വന്നത്? എ ഇ സി ഡി ബി എഫ്, ഇങ്ങനെയാണ് കറക്റ്റ് അതിന്റെ സീക്വൻസ് വന്നത്. എന്താണ് അതിന്റെ ലോജിക് എന്നുള്ളത് ഞാൻ ഒന്നുകൂടെ പോയിന്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് എ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ഓഫ് AI ആൻഡ് റോബോട്ടിക്സ്, അതിനെ കുറിച്ചിട്ടുള്ള ഇൻട്രൊഡക്ടറി സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. രണ്ടാമത്തേത് ഇ എന്ന് പറയുന്നത് അതിന്റെ ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്, ഡ്രമാറ്റിക്കലി ഡെവലപ്പ് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തേത് അതിന്റെ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഇന്റൻഷൻസ് ഇൻ വാരിയിങ് സർക്കംസ്റ്റാൻസസ് ആൻഡ് ഡിഫറെന്റ് സിറ്റുവേഷൻസ്, അതാണ് സ്റ്റേറ്റ്മെന്റ് സി കൺവേ ചെയ്തത്. ദെൻ അതിന്റെ റിസ്ക് ആണ് സ്റ്റേറ്റ്മെന്റ് ഡി കൺവേ ചെയ്തത്. അത് കഴിഞ്ഞപ്പം എന്താണ് ആ റിസ്ക് എന്നുള്ള ഒരു ഫോക്കസ് ആണ് സ്റ്റേറ്റ്മെന്റ് ബി ചെയ്തത്. ദെയർ ഇൻഹെറിറ്റൻസ് ഓഫ് ക്രീച്ചേഴ്സ് നേച്ചർ, അതായത് നാച്ചുറൽ ആയിട്ടുള്ള ക്രീച്ചേഴ്സിന്റെ സ്വഭാവം വരെ ഇൻഹെറിറ്റ് ചെയ്യുന്ന ഒരു ലെവലിലേക്ക് AI വളരുക, ആ ഒരു അവസ്ഥയാണ് സ്റ്റേറ്റ്മെന്റ് ബി ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അത് ഷോർട്ട് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിലും കൂടെ. ദെൻ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് അതിന്റെ കോൺസിക്വൻസ് ആണ്. അതായത് എർത്തിലുള്ള ലൈഫ് വരെ ഡേഞ്ചറിലേക്ക് പോവും എന്നുള്ള ആ ഒരു കാര്യമാണ് ഏറ്റവും ഫൈനൽ കൺക്ലൂഡിങ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ആ പാസേജിനകത്ത് കിടപ്പുള്ളത്. അപ്പൊ ഈ ഒരു ഓർഡർ വന്നതിന്റെ ലോജിക്ക് ഞാനിവിടെ ഇങ്ങനെ പ്രസന്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇതേ ഓർഡർ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ലോജിക്ക് എന്താണെന്നുള്ളത് മനസ്സിലാക്കാനും പറ്റിയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഇതേപോലെ പാരാജമ്പിൾ ചെയ്യുമ്പോൾ അത് ലോജിക്കലായിട്ടും മീനിങ് ആയിട്ടും കണക്ഷൻ നോക്കുമ്പോഴും കറക്റ്റ് ഓർഡറിലാവുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ച് ഓരോ സെന്റൻസും കെയർഫുള്ളി റീഡ് ചെയ്ത് ഏതുമായി അതിനെ കണക്ട് ചെയ്യാം എന്ന് മനസ്സിലാക്കി വേണം അതിനെ പ്രോപ്പർ സീക്വൻസിൽ അറേഞ്ച് ചെയ്യാൻ. ഓക്കെ, ഇനി നമുക്ക് 2022 ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി, യു ഹാവ് ടു അറേഞ്ച് ദീസ് സെന്റൻസസ് ടു മേക്ക് എ കോണ്ടെക്സ്ച്വലി മീനിങ് ഫുൾ പാരഗ്രാഫ് എന്നുള്ളത്. അത് തന്നെയാണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ ഫോക്കസ് എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പം ഇതിനകത്ത് അറേഞ്ച്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ഏതാണ് ഫസ്റ്റ്, ഏതാണ് തേർഡ്, ഏതാണ് ഫോർത്ത്, അങ്ങനെ റാൻഡം ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. നമ്മുടെ ഫോക്കസ് എവിടെ തന്നെയാണ്? അറേഞ്ച്മെന്റിൽ തന്നെയാണ്. ഓക്കെ, അപ്പം നോക്കൂ, ഇവിടെ സെന്റൻസസ് തന്നിട്ടുണ്ട്. Challenging Victorian dogma, Darwin argued that species were not immutable, that is, each one specially created by God. നിങ്ങൾക്ക് മീനിങ് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് അറിയുമായിരിക്കില്ല എന്ന് തോന്നിയ കുറച്ച് വേർഡ്സിന്റെ മീനിങ് കൂടെ ഞാൻ ബ്രാക്കറ്റിൽ പോയിന്റ് ചെയ്ത് കാണിച്ചിട്ടുള്ളത്. ഇമ്മ്യൂട്ടബിൾ മീൻസ് നോട്ട് കേപ്പബിൾ ടു ചേഞ്ച്, ചേഞ്ച് ചെയ്യാത്തത്, ചേഞ്ച് ചെയ്യാൻ പറ്റാത്തത്. ഓക്കെ, അപ്പം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ വേർ നോട്ട് ഇമ്മ്യൂട്ടബിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോട്ട് ഇമ്മ്യൂട്ടബിൾ എന്ന് പറയുമ്പോൾ നോട്ടും ഇമ്മ്യൂട്ടബിളിന്റെ മീനിങ്ങും നോട്ട് കേപ്പബിൾ ടു ചേഞ്ച് എന്നുള്ളതാണ്. അപ്പൊ ഡബിൾ നെഗറ്റീവ് വന്നാൽ അത് എന്തായിട്ട് എടുക്കണം? പോസിറ്റീവ് മീനിങ് ആയിട്ട് എടുക്കണം. അപ്പൊ നോട്ട് ഇമ്മ്യൂട്ടബിൾ മീൻസ് ഏബിൾ ടു ഓർ കേപ്പബിൾ ടു ചേഞ്ച്, അതാണ് അവിടുത്തെ മീനിങ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടത്. അത് ജസ്റ്റ് മീനിങ് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അതിലെ ഓരോ സ്റ്റേറ്റ്മെന്റുകളും നിങ്ങളൊന്ന് ജസ്റ്റ് ഗോ ത്രൂ ഓൾ ദ സ്റ്റേറ്റ്മെന്റ്സ്. എല്ലാ സ്റ്റേറ്റ്മെന്റുകളും നിങ്ങളൊന്ന് കെയർഫുള്ളി റീഡ് ചെയ്യുക. അങ്ങനെ റീഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് എന്നുള്ളത് ആലോചിച്ച് വെക്കുക. ദിസ് പാസേജ് ഇസ് അബൌട്ട് ചാൾസ് ഡാർവിൻസ് തിയറി. ചാൾസ് ഡാർവിൻ്റെ ബുക്ക് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏതാണത്? ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ്. അതിനെക്കുറിച്ചും അതിൽ പറയുന്ന ചില കാര്യങ്ങളെക്കുറിച്ചുമാണ് ഈ പാസേജ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. സോ ദാറ്റ് ഈസ് ദ മെയിൻ തീം ഓഫ് ദ പാസേജ്. ഇനി ഇതിൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇതിനെയും അപ്രോച്ച് ചെയ്യുക. ഇതിലെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആവാൻ സ്യൂട്ടബിൾ ആയത് ഏതാണ്? ഇൻട്രൊഡക്ടറി സ്റ്റേറ്റ്മെന്റ് ഏതാണ്? നിങ്ങൾ മനസ്സിലാക്കിയതും ഞാൻ പറയുന്നതും ഒന്നാണോ എന്ന് നോക്കുക. സ്റ്റേറ്റ്മെന്റ് സി. In 1859, Charles Darwin published the most important scientific book that is ever written on the origin of species. അതായത് 1859 ചാൾസ് ഡാർവിൻ എഴുതിയ ബുക്കാണ് ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ്. അപ്പം നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത സ്റ്റേറ്റ്മെന്റ് ഇതാണോ, സി ആണോ എന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ സി ആണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആവാൻ, അതായത് ഈ ഒറിജിൻ ഓഫ് സ്പീഷീസിനെ കുറിച്ച് കണക്ട് ചെയ്യുന്ന ഒന്നായിരിക്കും ഏത്? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് ഏതാണ്, ഇതിൽ ഏതാണ് ഇനി അങ്ങനെ ഒരു കണക്ഷൻ കൊണ്ടുവരുന്നത്? ആ ബുക്കിനെ കണക്ട് ചെയ്യുന്നതായിരിക്കണം. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറ്റുമോ? നോട്ട് സ്യൂട്ടബിൾ. ഡി പറ്റുമോ? അതെന്തോ ഒന്നിനെ കണക്ട് ചെയ്ത് പറയുന്നതാണ്, പക്ഷേ ബുക്കിനെ കണക്ട് ചെയ്ത് ഡയറക്റ്റ്ലി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്നതല്ല. ഇനി ബി നോക്കുക, എ നോക്കുക, ഇ നോക്കുക. എല്ലാ ഓപ്ഷൻസും നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷൻ ഏതായിരിക്കും? ഇറ്റ് റെവല്യൂഷനൈസ്ഡ് സൊസൈറ്റീസ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ നാച്ചുറൽ വേൾഡ്. ഈ സ്റ്റേറ്റ്മെന്റ് ആണ് ഏതായിട്ട് വരിക? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിനെ കണക്ട് ചെയ്യുന്നു എന്ന് പറയാൻ പറ്റുക. അവിടെ ഇറ്റ് സജസ്റ്റ് ചെയ്യുന്നത് ഏതിനെയാണ്? ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന് പറയുന്ന ഡാർവിന്റെ ബുക്കിനെയാണ്. അതായത് ആ ബുക്ക് സൊസൈറ്റിയുടെ നാച്ചുറൽ വേൾഡിനെ കുറിച്ചിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിനെ റെവല്യൂഷനൈസ് ചെയ്തു. ഒരു റെവല്യൂഷണറി കോൺസെപ്റ്റ് ആണ് ആ ബുക്ക് കൊണ്ടുവന്നതെന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾ ആ കണക്ഷൻ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സ്റ്റേറ്റ്മെന്റ് ഇ ഷുഡ് ബി ദ നെക്സ്റ്റ് as it emphasizes the importance of the book. ഇനി അടുത്തത് ഏതായിരിക്കും ഇതിൽ ബുക്കിനെ ഫർദർ കണക്ട് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്? ആ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ബുക്കിലെ ആർഗ്യുമെന്റ് ആണ്. ഓക്കെ, ബുക്കിലെ ആർഗ്യുമെന്റ് ചലഞ്ചിങ് വിക്ടോറിയൻ ഡോഗ്മ, ഡാർവിൻ ആർഗ്യൂഡ് ദാറ്റ് സ്പീഷീസ് വേർ നോട്ട് ഇമ്മ്യൂട്ടബിൾ, that is each one specially created by God. So ആ സ്റ്റേറ്റ്മെന്റ് ആണ്, അതായത് സ്റ്റേറ്റ്മെന്റ് എ ആണ് ആർഗ്യുമെന്റിനെ ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതായിരിക്കും നിങ്ങൾക്ക് തേർഡ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കിട്ടിക്കാണുക. തേർഡ് സ്റ്റേറ്റ്മെന്റ് ആവാൻ ഏറ്റവും സ്യൂട്ട് ആവുന്നത്, ഇപ്പോൾ ബുക്ക് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തു, എന്താണ് ആ ബുക്കിന്റെ എംഫസിസ് എന്ന് പറഞ്ഞു. തേർഡ് ആ ബുക്കിന്റെ ആർഗ്യുമെന്റിലേക്ക് വന്നു. ഇനി ആ ആർഗ്യുമെന്റുമായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റുന്ന
അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്കാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും അതിന് സ്യൂട്ടബിൾ എന്ന് നിങ്ങളിപ്പോൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ആ സ്റ്റേറ്റ്മെന്റ് ഏതായിരിക്കും? സ്റ്റേറ്റ്മെന്റ് ഡി. Rather, life on earth had evolved through descent from a common ancestor with modification by means of natural selection. അതായത് നേരത്തെ പറഞ്ഞ ആർഗ്യുമെന്റ് എന്തായിരുന്നു? സ്പീഷീസ് മ്യൂട്ടബിൾ ആണ്, അതായത് സ്പീഷീസ് ചേഞ്ചസിന് ഓവർ ടൈം ചേഞ്ചസിന് സബ്ജക്റ്റീവ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഡാർവിൻ അതിൽ ആർഗ്യുമെന്റ് ആയിട്ട്. ഓരോ സ്പീഷീസും സ്പെഷ്യലി ക്രിയേറ്റഡ് ആണ് എന്നും പറഞ്ഞിട്ടുണ്ട്. അതിനെ കണക്ട് ചെയ്തിട്ടാണ് ഡി പറയുന്നത് rather life on earth had evolved through descent from a common ancestor with modification by means of natural selection. അതായത് ഒരു കോമൺ ആൻസസ്റ്ററിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ് ലൈഫ് എങ്കിൽ കൂടിയും അവിടെ എന്താണ് സംഭവിക്കുന്നത്? നാച്ചുറൽ സെലക്ഷനിലൂടെ, അതായത് ഓരോ സ്പീഷീസും അതിൻ്റെ പ്രോസസ് ഓഫ് ഇവോൾവിങ്ങില് നാച്ചുറൽ സെലക്ഷൻ എന്താവുന്നുണ്ട്? സബ്ജക്റ്റീവ് ആവുന്നുണ്ട്. അതായത് ഓരോ സ്പീഷീസും അതിൻ്റെ ട്രെയ്റ്റ്സ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. നമ്മൾ അതിനെയാണ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്നത്. അതായത് പ്രകൃതിക്ക് അനുസരിച്ച്, കാലത്തിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫിറ്റായി ജീവിക്കാൻ പഠിക്കുന്നു. അതാണ്, അതിലൂടെയാണ് ഇവല്യൂഷൻ മൂവ് ചെയ്യുന്നത്. അത് തന്നെയാണ് എന്തും ഈ പറയുന്ന മോഡിഫിക്കേഷൻ ബൈ മീൻസ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നതും. ഏറ്റവും ഫിറ്റ് ആയതിനെയാണ് എപ്പോഴും നേച്ചർ എന്ത് ചെയ്യുന്നത്? സർവൈവ് ചെയ്യാൻ അനുവദിക്കുന്നത്, അല്ലെങ്കിൽ നിലനിൽക്കാൻ അനുവദിക്കുന്നത്. അപ്പോൾ ആ ബുക്കിൽ പറയുന്ന ആർഗ്യുമെന്റിനെ ഫർദർ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് സ്റ്റേറ്റ്മെന്റ് ഡി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ സ്റ്റേറ്റ്മെന്റ് ഡി എന്തായി വരും? നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരും. ഇനി അഞ്ചാമത്തെ സ്റ്റേറ്റ്മെന്റ് ആവാൻ ഏറ്റവും സ്യൂട്ടബിൾ ഇതിലേതാണ് എന്നുള്ളത്, ഇപ്പം ഇനി രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് മാത്രമേ ഉള്ളൂ. എഫ് ഉണ്ട്, അതേപോലെ തന്നെ ബിയും ഉണ്ട്. അപ്പം ഇതിൽ അഞ്ചാമത്തെ സ്റ്റേറ്റ്മെന്റ് ആവാൻ ഏറ്റവും സ്യൂട്ടബിൾ ഏതാണെന്ന് ഇപ്പം നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അത് തീർച്ചയായിട്ടും ഏതായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബട്ട് സർപ്രൈസിംഗ്ലി ഓൺ Homo sapiens, Darwin made only a passing mention that light will be thrown on the origin. അതാണ് എഫ് ആണ് ഇതിലെ അഞ്ചാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അഞ്ചാമത്തെ സ്റ്റേറ്റ്മെന്റിന്റെ പ്രത്യേകത, മനുഷ്യനെ കുറിച്ച് എന്താണ് ഡാർവിൻ മെൻഷൻ ചെയ്തിട്ടുള്ളത് അതാണ് അതിൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത് അല്ലേ. ഇപ്പോൾ നാച്ചുറൽ സെലക്ഷന്റെ കാര്യമാണ് ഫോർത്ത് സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞത്. അതിന്റെ ഫർദർ കണക്ഷൻ ആണ് ഹോമോസെപ്പിയൻസിനെ കുറിച്ചിട്ടുള്ള ഒരു സ്പീഷീസ് ആണ് ഹോമോസെപ്പിയൻസ്. അതിനെ കുറിച്ചിട്ടുള്ള മെൻഷനിങ് ആണ് ഏതിൽ ചെയ്തിട്ടുള്ളത്? ഈ സ്റ്റേറ്റ്മെന്റ് എഫില് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാവുമ്പോൾ അത് ഫിഫ്ത്ത് വൺ ആയിട്ട് വരും. ഓക്കെ, ഫിഫ്ത്ത് സ്റ്റേറ്റ്മെന്റ് ആണ് എഫ്. നാച്ചുറലി ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ബി ആണ്. നമുക്ക് 5ഉം 6ഉം സ്റ്റേറ്റ്മെന്റുകളെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഹോമോസേപ്പിയൻസിനെ കുറിച്ച് മെൻഷൻ ചെയ്തത് എന്താണ്? ലൈറ്റ് വിൽ ബി ത്രോൺ ഓൺ ദ ഒറിജിൻ എന്നാണ് മെൻഷൻ ചെയ്തതെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കൂ. ദാറ്റ് ഈസ് ഓൾ ഹി റോട്ട് അബൌട്ട് ദ ഡോണിങ് ഓഫ് ദ സിംഗിൾ മോസ്റ്റ് കോൺസിക്വൻഷ്യൽ സ്പീഷീസ് ഓൺ ദ പ്ലാനറ്റ്. ഇവിടെ സിംഗിൾ മോസ്റ്റ് കോൺസിക്വൻഷ്യൽ സ്പീഷീസ് എന്ന് പറയുന്നത് ആരെയാണ് ഉദ്ദേശിക്കുന്നത്? ഹോമോസെപ്പിയൻസിനെയാണ്. ഹോമോസെപ്പിയൻസിനെ കുറിച്ച് എന്ത് മെൻഷൻ ചെയ്തു എന്നുള്ളത് വിതിൻ ഇൻവെർട്ടഡ് കോമ അവിടെ മെൻഷൻ ചെയ്തിട്ടുമുണ്ട്. എന്താണത്? ദാറ്റ് ലൈറ്റ് വിൽ ബി ത്രോൺ ഓൺ ദ ഒറിജിൻ എന്നുള്ളത്. അപ്പൊ അതിന്റെ കൺക്ലൂഷൻ ആണ് ഏതെന്ന് പറയുന്നത്? സ്റ്റേറ്റ്മെന്റ് ബി എന്ന് പറയുന്നത്. അപ്പൊ നോക്കൂ, ദ റിമൈനിങ് സെന്റൻസ് ദാറ്റ് ഈസ് ബി. ആ ബി അതിനു മുൻപ് വന്ന ഫിഫ്ത്ത് സ്റ്റേറ്റ്മെന്റിനെ എന്ത് ചെയ്യാണ്? ഫോളോ ചെയ്യാണ്, പ്ലസ് കൺക്ലൂഡ് ചെയ്യുകയുമാണ്. പാരഗ്രാഫിനെ കൺക്ലൂഡ് ചെയ്യുകയുമാണ്. അപ്പോൾ ഇതാണ് നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വിഷയം. ഒരു പാരാജമ്പിൾ ചെയ്യുമ്പോൾ, ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ, ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യുമ്പോൾ അതിലെ എല്ലാ സെൻറ്റൻസുകളും വായിച്ചിരിക്കണം. എല്ലാ സെൻറ്റൻസുകളും വായിച്ച ശേഷം ഇൻട്രൊഡക്ടറി സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ചെയ്യണം. അതിനെ ഫോളോ ചെയ്തു വരുന്ന സ്റ്റേറ്റ്മെന്റ്, ബാക്കി സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഫോളോയിങ് ആയിരിക്കും. അത് എക്സ്പ്ലനേഷൻ ആയിരിക്കും,
ഐഡിയകളെ ഇലാബറേറ്റ് ചെയ്യലായിരിക്കും. ഒരു സെന്റൻസിൽ നിന്ന് അടുത്തയിലോട്ട് പോകുമ്പോൾ കണക്ഷൻ വരുന്നുണ്ടാവും. ആ ഒരു കണക്ഷനും അതേപോലെ തന്നെ ഓരോ സ്റ്റേറ്റ്മെന്റിന്റെയും ടോണും മനസ്സിലാക്കി വേണം അതിനെ ഫസ്റ്റ്, മിഡിൽ, ലാസ്റ്റ് അങ്ങനെ പ്ലേസ് ചെയ്ത് പോവാനായിട്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ ക്ലാസ് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ IBPS PO എക്സാംസിന് വേണ്ടിയിട്ടും ഉള്ള അഡ്മിഷൻസ്, ഓഫ്ലൈൻ ക്ലാസ്സസിനും ഓൺലൈൻ ക്ലാസ്സസിനും വേണ്ടിയിട്ടുള്ള അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അപ്കമിങ് IBPS PO പ്രിലിംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ, അതേപോലെ തന്നെ RRB NTPC എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഓഫ്ലൈൻ ഓൺലൈൻ ക്ലാസ്സസ് ചൂസ് ചെയ്യാനായിട്ട് നമ്മുടെ ഈ നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക്സ് വൺസ് അഗെയിൻ.